അവരെ കണ്ടുമുട്ടുമ്പോൾ ഇന്ന് ഒരു വസ്ത്രധാരണയുണ്ട്. യുവതികൾ മുഖവും കണ്ണും മുഴുവനും അടച്ചു മൂടിക്കൊണ്ടാണ് സ്വന്തം കുടുംബത്തിൽ പോലും കഴിഞ്ഞുകൂടുന്നത് എന്നത് അതൊരു ട്രഡീഷണലാണ്. അത് ഇസ്ലാമിൻ്റെ ചിഹ്നമൊന്നുമല്ല. ലക്ഷക്കണക്കിന് വരുന്ന സ്ത്രീയും പുരുഷനും ഒന്നിച്ചു ചേരുന്ന കഅബയിൽ പരിശുദ്ധ ഹറം ഷരീഫിൽ മുഖം മൂടുന്നത് ഹറാമാണ്. അതിൻ്റെ അർത്ഥം സ്ത്രീയുടെയും പുരുഷൻ്റെയും വസ്ത്രം മുഖവും മുൻകഴിയും ഒഴിച്ചുള്ള ബാക്കിയുള്ളതാണ്. എന്തിനാണത്? വീട്ടിലുള്ളവർ കണ്ട് ഇന്നവൻ്റെ ഭാര്യയാണ്, ഇന്ന കുട്ടിയുടെ ഉമ്മയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ നോക്കി സന്തോഷിക്കുകയും പുഞ്ചിരിക്കുകയും ചെയ്യുന്നത്, അവരെ തിരിച്ചറിയുന്നതും സ്നേഹിക്കുകയും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ സദക്കയാണ്. ആ സദക്ക ലഭിക്കാൻ വേണ്ടിയാണ് ഇസ്ലാമിക വസ്ത്രധാരണ എന്നത്. അതുകൊണ്ട് ഒരു തീവ്ര നയം ഇതിൽ സ്ത്രീയും പുരുഷനും സ്വീകരിക്കരുത്. മറിച്ച് ഇസ്ലാമിൻ്റെ മിതത്വം എല്ലാ രംഗത്തുമുണ്ട് എന്നോർത്തുകൊണ്ട് ചേർത്ത് പിടിക്കാൻ നിങ്ങൾക്ക് കഴിയുക എന്നതാണ് വിജയം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങളിപ്പോൾ കേട്ടത് ഈ അടുത്ത് കണ്ണൂർ ജില്ലയിൽ ഒരു നിക്കാഹിൻ്റെ വേളയിൽ നടത്തപ്പെട്ട ഒരു ഖുത്ബയാണ്. ഇതാരാണ് സംസാരിച്ചത് എന്നുള്ളത് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രത്യേക വ്യക്തിക്കുള്ളൊരു മറുപടി ആയിട്ടല്ല, മറിച്ച് ഇത്തരത്തിലുള്ള സംസാരങ്ങൾ പൊതുവെ ഒരുപാട് ആളുകളിൽ നിന്നും കേൾക്കുന്നത് കൊണ്ടാണ് അതിനൊരു മറുപടി പറയണമെന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, മനസ്സിലാക്കേണ്ടത് ഇവിടെ ഈ വ്യക്തി പറയുന്നത് സ്ത്രീകൾ മുഖം ഉൾപ്പെടെ മറക്കുക എന്ന് പറയുന്നത് അതൊരു അതിര് കവിച്ചലായിട്ടാണ് ഇവിടെ പറയുന്നത്. അത് ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ലെന്നും അതേപോലെ തന്നെ അതൊരു ട്രഡീഷൻ മാത്രമാണ് എന്നാണ് യഥാർത്ഥത്തിൽ ഇയാൾ പറഞ്ഞു വെക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ വാസ്തവത്തിൽ അങ്ങനെയാണോ? സഹോദരങ്ങളെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിഷയമാണ് സ്ത്രീകൾക്ക് മുഖം മറക്കൽ അനുവദനീയമാണ് എന്ന കാര്യം. മഷ്റൂ ആണ്, അനുവദനീയമാണ് എന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരാരും തന്നെ ഇത് ഏതെങ്കിലും നൂറ്റാണ്ടിലെ അറബികളുടെ ആചാരം മാത്രമായിരുന്നുവെന്നും ഇത് മുസ്ലിമീങ്ങൾക്ക് യാതൊരു മാതൃകയും ഇല്ലായിരുന്നുവെന്നും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരാരും പറഞ്ഞിട്ടില്ല. മറിച്ച് അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുള്ളത് ഇത് നിർബന്ധമാണോ അതല്ല, വളരെയധികം പ്രതിഫലം കിട്ടുന്ന മുസ്തഹബായ സുന്നത്തായ ഒരു കർമ്മമാണോ അല്ലേ എന്നതിൽ മാത്രമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, ഇത്തരത്തിലുള്ള ചില പുരോഗമന ചിന്ത വെച്ചു പുലർത്തുകയും ഞങ്ങൾ സലഫികളാണ് എന്ന് വാദിക്കുകയും ചെയ്യുന്ന ചില ആളുകൾ, അവർ പലപ്പോഴും സ്ത്രീകളുടെ മുഖം മറക്കുന്നതിനെ ഈ രൂപത്തിൽ വിമർശിക്കുന്നത് കാണാൻ സാധിക്കും. ഇത് യഥാർത്ഥത്തിൽ സലഫികളുടെ രീതിയല്ല, മറിച്ച് ഈ രീതിക്ക് ഏറെ സാദൃശ്യമുള്ളത് കുറച്ചു മുമ്പ് സമാനമായ സംസാരം നമ്മൾ കേട്ടത് MN കാരശ്ശേരിയെ പോലെയുള്ള ദീനുൽ ഇസ്ലാമിൽ നിന്നും പുറത്തുപോയ ചില ആളുകളിൽ നിന്നാണ്. അവരുടെ സംസാരത്തിനോടാണ് യഥാർത്ഥത്തിൽ ഇതിന് യോജിപ്പുള്ളത്, അതല്ലാതെ സലഫുകളുടെ സംസാരത്തിനോടില്ല. പിന്നീട് മുഖം മറക്കേണ്ടതില്ല എന്ന് പറയുന്നതിന് വേണ്ടി ഈ വ്യക്തി തെളിവ് പിടിച്ചിരിക്കുന്നത് ഹജ്ജുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇഹ്റാമിൽ പ്രവേശിച്ചാൽ ഒരു സ്ത്രീ പാലിക്കേണ്ടതുമായി ബന്ധപ്പെട്ട വസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഇഹ്റാമിൽ മുഖം മറക്കൽ നിഷിദ്ധമാണ് എന്നാണ്. സഹോദരങ്ങളെ, ഇത് ഒരു തെറ്റിദ്ധാരണയാണ്. ഈ ഒരു തെറ്റിദ്ധാരണ നീക്കുക എന്നുള്ളത് കൂടി ഈ സംസാരത്തിൻ്റെ ഉദ്ദേശമുണ്ട്. ഒരിക്കലും തന്നെ സ്ത്രീകൾക്ക് ഇഹ്റാമിൽ പ്രവേശിച്ചാൽ ഉംറയിലാകട്ടെ ഹജ്ജിലാകട്ടെ മുഖം മറക്കുക എന്നുള്ളത് നിഷിദ്ധമായ കാര്യമല്ല. മറിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം ഇഹ്റാമിൽ അവർക്ക് നിഷിദ്ധമാകുന്നത് നിഖാബ് ധരിക്കലും കയ്യിൽ ഗ്ലൗസ് ധരിക്കലും മാത്രമാണ്. നിഖാബ് ധരിക്കുക എന്നുള്ളതാണ് നിഷിദ്ധമായിട്ടുള്ളത്, അതല്ലാതെ മുഖം മറക്കുക എന്നതല്ല. ഇത് വളരെ കൃത്യമായിട്ട് സൗദി അറേബ്യയിലെ ഉന്നത പണ്ഡിത സഭയായ അൽ ലജ്നത്തു ദായിമ ഈ വിഷയത്തിൽ ഫത്വ നൽകിയത് കാണാം. അതുപോലെ തന്നെ മഹാനായ പണ്ഡിതൻ കഴിഞ്ഞ നൂറ്റാണ്ടിൽ മരണപ്പെട്ടു പോയ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ല വളരെ കൃത്യമായി പറയുന്നത് കാണാം. ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ ബാസ് റഹിമഹുല്ല പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ ഇത് വളരെ കൃത്യമായിട്ട് പറയുന്നത് കാണാൻ സാധിക്കും. ലജ്നത്തു ദായിമയുടെ ഫത്വ, ഞാനത് അറബി വായിക്കുന്നില്ല, നിങ്ങൾക്കത് ഇൻ്റർനെറ്റിൽ കിട്ടുന്നതാണ്. അതിൻ്റെ ഫത്വ നമ്പർ 4151. അവർ പറയുന്നതിൻ്റെ ആശയം ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം. അവർ പറയാണ്, സ്ത്രീയുടെ മുഖം അവളുടെ ഔറത്തിൽ പെട്ടതാണ്. അന്യപുരുഷന്മാർക്കിടയിൽ അവളുടെ മുഖം തുറന്നിടുന്നത് നിഷിദ്ധമാണ്. അത് അവൾ തവാഫ് ചെയ്യുന്ന അവസരത്തിലായാലും മറ്റവസരത്തിലായാലും, അവൾ ഇഹ്റാമിലാണെങ്കിലും അല്ലെങ്കിലും ഒരു സ്ത്രീ മുഖം തുറന്നിട്ടുകൊണ്ട് തവാഫ് ചെയ്താൽ അവൾ കുറ്റക്കാരിയായാണ് പരിഗണിക്കപ്പെടുക. എന്നാൽ തവാഫ് ശരിയാകുന്നതാണ്. അതുകൊണ്ട് അവൾ നിക്കാബല്ലാത്ത വല്ലതും ഉപയോഗിച്ച് ഇഹ്റാമിലുള്ളപ്പോൾ മുഖം മറക്കേണ്ടതാണ് എന്നാണ് പറയുന്നത്. ഇനി മുഹമ്മദ് ബിൻ സാലിഹ് ബിൻ ഉസൈമീൻ റഹിമഹുല്ല
പറയുന്നത് കാണാം. അദ്ദേഹം പറയാണ്, ഇഹ്റാമിലായിരിക്കെ സ്ത്രീകൾ മുഖം മറക്കൽ അനുവദിക്കപ്പെട്ടതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിക്കാബ് ധരിക്കുന്നതാണ് നിരോധിച്ചിട്ടുള്ളത്. നിക്കാബാവട്ടെ മുഖത്ത് ധരിക്കുന്ന വസ്ത്രം മാത്രമാണ്, മുഖം മറക്കുന്നതിനെ നിരോധിച്ചിട്ടില്ല. എന്നാൽ നിക്കാബാണ് നിരോധിച്ചത് എന്നാണ്. സഹോദരങ്ങൾ, ഇത് ഏതുപോലെയാണെന്ന് വെച്ചാൽ കൈയുറ ധരിക്കുന്നതാണ് നിരോധിച്ചത്, അല്ലാതെ കൈ മറക്കുന്നത് നിരോധിച്ചിട്ടില്ല. ഇപ്പോൾ ഒരു സ്ത്രീ അവളുടെ തട്ടത്തിനകത്ത് കൈ ഇങ്ങനെ ഉള്ളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും നിഷിദ്ധമായ കാര്യമല്ല. അതുപോലെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സോക്സ് ധരിക്കലാണ് നിഷിദ്ധം, അല്ലാതെ കാല് മറക്കൽ നിഷിദ്ധമല്ല. ഒരാൾ അവിടെ ഹോട്ടൽ റൂമിൽ ഉറങ്ങുന്ന സമയത്ത് പുതപ്പ് കൊണ്ട് കാല് മറച്ചാൽ നിഷിദ്ധമാണോ? അല്ല. അതുപോലെ തന്നെയാണിത്. നിഖാബ് ധരിക്കലാണ് നിഷിദ്ധം, അതല്ലാതെ മുഖം മറക്കുന്നതല്ല. ഇനി ഈ പറയുന്നതൊക്കെ ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം മാത്രമാണ്, നമ്മൾ ഖുർആനും സുന്നത്താണ് പിൻപറ്റുന്നത് എന്ന് പറയുന്നുണ്ട് എങ്കിൽ നിങ്ങൾ കേൾക്കേണ്ടത് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. അവർ പറയാണ്, ഞങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇഹ്റാമിലായിരിക്കെ ഞങ്ങളുടെ അടുത്തുകൂടി യാത്രാ സംഘങ്ങൾ കടന്നു പോകുമായിരുന്നു. അവർ ഞങ്ങളുടെ അരികിലെത്തിയപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ തലയിൽ നിന്നും മുഖത്തേക്ക് ഞങ്ങളുടെ ജിൽബാബ് താഴ്ത്തിയിട്ടു. അവർ കടന്നുപോയപ്പോൾ ഞങ്ങളത് വെളിവാക്കി എന്നാണ്. ഇത് ഇബ്നു ഉസൈമീൻ അദ്ദേഹത്തിൻ്റെ ഫത്താവയിലൊക്കെ, മജ്മൂ ഫത്താവയിലൊക്കെ എടുത്തുദ്ധരിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അവർ പറയുന്ന അന്യപുരുഷന്മാരുടെ സാഹചര്യത്തിൽ നിക്കാബല്ലാത്ത വല്ലതും കൊണ്ട് മുഖം മറക്കണം എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നിക്കാബ് ധരിക്കൽ മാത്രമാണ് നിഷിദ്ധമായിട്ടുള്ളത്, അതല്ലാതെ മുഖം മറക്കൽ നിഷിദ്ധമല്ല. ഈ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ അല്ലെങ്കിലും നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഈ വിഷയത്തിൻ്റെ അഭിപ്രായ വ്യത്യാസം എന്ന് പറയുന്നത് ഇത് നിർബന്ധമാണോ അതല്ല വളരെ പുണ്യകരമായ മുസ്തഹബായ കാര്യമാണോ എന്നാണ്. ഇനി മുസ്തഹബായ കാര്യമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പോലും പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് ഫിത്നകൾ വർദ്ധിച്ചിരിക്കുന്ന കാലത്ത് അവൾ മുഖം മറക്കേണ്ടതാണ് എന്നാണ്. ഇതിനപ്പുറത്തേക്ക് മുഖം മറക്കുന്നത് ഒരു തെറ്റായ നയമാണെന്നും ഒരാളുടെ ഐഡൻറ്റിറ്റിയെ മറച്ചു വെക്കുന്ന കാര്യമാണെന്നുമെല്ലാം അഭിപ്രായപ്പെടുന്നത് അത് യുക്തിവാദികളുടെ അഭിപ്രായം മാത്രമാണ്, ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ അഭിപ്രായം മാത്രമാണ്. മുസ്ലിം പണ്ഡിതന്മാരങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് സലഫികളാണ് എന്ന് പറയുന്ന ആളുകൾ യഥാർത്ഥത്തിൽ സലഫിൻ്റെ മാർഗമാണ് സ്വീകരിക്കേണ്ടത്. ഇവിടെ ആയിഷ റളിയല്ലാഹു അൻഹയെ പോലെയുള്ള സ്വഹാബി വനിതകൾ ഈ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ടടുത്തുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവർ വളരെ കൃത്യമായി ഈ വിഷയത്തിൻ്റെ അഭിപ്രായം പറഞ്ഞുതരാണ്. അതുകൊണ്ട് ഖുർആനിലെയും ഹദീസിലെയും കാര്യങ്ങൾ അഭിപ്രായം പറയേണ്ടത് സലഫു സ്വാലിഹീങ്ങളുടെ അഭിപ്രായം അനുസരിച്ചാണ്, അല്ലാതെ കേവലം നമ്മുടെ യുക്തിക്കനുസരിച്ചിട്ടല്ല. പലപ്പോഴും ഇത്തരത്തിലുള്ള ഇസ്ലാഹി പ്രസ്ഥാനക്കാരിൽ കാണുന്ന വലിയൊരു അപകടം പിടിച്ചൊരു കാര്യമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ അവരുടെ യുക്തിക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങളിൽ പരിഹാസങ്ങൾ പോലും ഇവരിൽ നിന്നുണ്ടാകുന്നത്. ഇതൊന്നും ഒരിക്കലും മുസ്ലിം ലോകത്ത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരിൽ നിന്നും ഉണ്ടായിട്ടേയില്ല. നമുക്ക് കേൾക്കാൻ പറ്റിയിട്ടുണ്ട് മുഖം മറക്കുന്ന സ്ത്രീകളെ ഇത് പുട്ടും കുറ്റി എന്തോ ചെയ്തതുപോലെയാണ് എന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന ഒരു ഇസ്ലാഹി പ്രഭാഷകൻ്റെ സംസാരം വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതൊന്നും യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിന് യോജിച്ചതല്ല, എന്നിട്ടല്ല ഒരു സലഫിയാണെന്ന് പറയുന്ന ഒരാൾക്ക് യോജിക്കുന്നത്. കാരണം ഇത്തരത്തിലുള്ള പരിഹാസങ്ങൾ ഒരാൾ ഇസ്ലാമിൽ നിന്നും പുറത്തു പോകാൻ മതിയായതായ കാര്യമാണ്. അതുകൊണ്ട് ഒരിക്കലും തന്നെ എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളിനി മുഖം മറച്ചാലും ശരി ഇല്ലെങ്കിലും ശരി, നിങ്ങൾ മുഖം മറക്കുന്നതിനെ പരിഹസിക്കുക എന്ന് പറയുന്നത് ദീനുൽ ഇസ്ലാമിൻ്റെ ഒരു ചിഹ്നത്തെ പരിഹസിക്കുന്നതിന് തുല്യമാണ്, അതല്ലാതെ ഏതെങ്കിലും ഒരു ട്രഡീഷനല്ല. ഞാൻ പറഞ്ഞല്ലോ, പണ്ഡിതന്മാർക്കിടയിൽ അങ്ങനെ ഒരു ചർച്ചയേ ഇല്ല, ഇത് വേണമോ വേണ്ടേ എന്ന ചർച്ചയേ ഇല്ല. എന്നാൽ പലപ്പോഴും അവർക്ക് ദഹിക്കാത്തത് കൊണ്ട് ആളുകൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെ വിശദീകരിക്കുന്നത്. ഒരിക്കലും നമ്മൾ അങ്ങനെ ആയിക്കൂടാ. നമ്മൾ തെളിവുകൾ കൃത്യമായി പഠിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക, എന്നിട്ട് ഏറ്റവും ശരിയായ അഭിപ്രായം നമ്മൾ തിരഞ്ഞെടുക്കുക. അതല്ലാതെ നമ്മുടെ ദേഹേച്ഛകളെ പിൻപറ്റിക്കൊണ്ടുള്ള തീരുമാനം നമ്മൾ എടുക്കരുത്. ഒന്ന്. രണ്ടാമത്, ഇത്തരത്തിലുള്ള വിഷയത്തിൽ ഒരിക്കലും പരിഹാസ രൂപേണയുള്ള സംസാരങ്ങൾ പാടില്ല. യുക്തിവാദികൾ സംസാരിക്കുന്ന പോലുള്ള സംസാരങ്ങൾ മുസ്ലിമീങ്ങൾ ഒരിക്കലും തന്നെ സംസാരിക്കാൻ പാടില്ല. മറിച്ച് അവർ സംസാരിക്കേണ്ടത് ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്, സലഫു സ്വാലിഹീങ്ങളുടെ മാതൃക അനുസരിച്ചിട്ടാണ്, നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ച് എന്ന മാർഗത്തിനനുസരിച്ചിട്ടാണ്. അതല്ലാതെ അവനവൻ്റെ യുക്തി വെച്ചിട്ട് സംസാരിക്കുക എന്നുള്ളത് ഒരിക്കലും യോജിച്ചിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് ഒരുപാട് ആളുകൾ പങ്കെടുത്ത ഒരു സദസ്സായിരുന്നു ഇതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇത് കിട്ടുന്ന ആളുകൾ അത്തരക്കാരായ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക, കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കാൻ തയ്യാറാവുക. ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നുമെല്ലാം മുഖം മറക്കൽ നിർബന്ധമാണ് എന്ന് അറിയിക്കുന്ന ഗ്രന്ഥരചനകൾ പോലും മഹാന്മാരായ പണ്ഡിതന്മാർ രചിച്ചിട്ടുണ്ട്. ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് അൽ ബദർ ഹഫിളഹുല്ലാ അദ്ദേഹം രചിച്ച ചെറിയൊരു റിസാല ഉജൂബു തഗ്തിയത്തിൽ മർഅത്തി വജ്ഹഹ എന്ന് പറയുന്ന റിസാല, അത് ഒരു ചെറിയ എഴുത്ത്, അത് മലയാളത്തിൽ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങളത് വായിച്ചു നോക്കുക. ഖുർആനിലുള്ള തെളിവുകൾ
തഫ്സീറിലുള്ള തെളിവുകൾ, സ്വഹാബികൾ അതിന് കൊടുത്തിട്ടുള്ള വിശദീകരണങ്ങൾ, ഹദീസുകളിൽ വന്ന തെളിവുകൾ വളരെ കൃത്യമായി അത് വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്, പഠിക്കേണ്ട ഒരു വിഷയമാണ്. അതല്ലാതെ ഇത്തരത്തിലുള്ള യുക്തി പറഞ്ഞുകൊണ്ട് കുടുംബത്തിൽ വന്നാൽ ചിരിക്കേണ്ടതിനുമാണ്. ഇതൊന്നും സഹോദരങ്ങളെ മുൻഗാമികളോ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരും പറഞ്ഞിട്ടുള്ളൊരു കാര്യമല്ല. അങ്ങനെ സ്ത്രീകൾ മുഖം തുറന്ന് അവരോട് ചിരിച്ച് സദക്കയുടെ പ്രതിഫലം വാങ്ങണമെന്നൊന്നും ഇത് ആ സദസ്സിൽ വെച്ചെന്തോ അയാൾക്ക് പെട്ടെന്ന് തലയിൽ തോന്നിയ കാര്യങ്ങൾ പറഞ്ഞു എന്നല്ലാതെ അതിനൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാനും ഏറ്റവും ശരിയായത് ഉൾക്കൊള്ളാനുമുള്ള തൗഫീക്ക് നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. ബാറക്കല്ലാഹു ഫീക്കും വജസാക്കുമുല്ലാഹു ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.